ഗുഡ് ഈവനിങ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വൈകുന്നേരത്തെ ചായ കൂടി കഴിഞ്ഞ് കുറച്ച് നേരം പിള്ളേരുടെ സ്കൂളിലെ വിശേഷമൊക്കെ ചോദിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പണിയുണ്ടായിരുന്നു. വൈകുന്നേരം പിള്ളേർ സ്കൂളിൽ നിന്ന് വന്ന ശേഷമാണ് ഞങ്ങൾക്ക് പണികൾ തുടങ്ങുന്നത്. മീനുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെക്കാനായിട്ട് ഞാൻ ഉള്ളി ഇഞ്ചിയൊക്കെ അരിയാനെടുത്ത് വെക്കണം. അമ്മ അപ്പോഴത്തേന് മീൻ റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ചിന്നത് അടുക്കളയിൽ കയറി വന്ന് ഓരോ പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് പൊക്കോ, പോയി ഇരുന്ന് ടി വി കണ്ടോ, പോയി ടി വി കണ്ടോളാം. പോകാൻ പറഞ്ഞപ്പോൾ പോയി. വന്നു. അമ്മ മീൻ വെട്ടി കഴുകി വൃത്തിയാക്കി വെക്കുമ്പോഴത്തേക്ക് ഞാൻ ഇഞ്ചി ഉള്ളിയും കൂടെ ചതയ്ക്കാനായിട്ട് ഇതായി എടുത്തു. ചിന്നു അതിൻ്റെ ഇടയ്ക്ക് ഫ്രിഡ്ജിൽ കയറി വന്ന് ഓരോന്നെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മീനിൻ്റെ വറക്കാനായിട്ട് മാറ്റി വെച്ചു. പിള്ളേർക്ക് കൂടുതലിഷ്ടം മീൻ കറിയാണെങ്കിൽ പോലും വറുത്തതാണ് കൂടുതൽ കഴിക്കുന്നത്. പിന്നെ കറി വെച്ച ചാറ് മാത്രമേ കൂട്ടത്തുള്ളൂ, കഷ്ണം കൂട്ടുകയില്ല. അപ്പോൾ ആദ്യം വറക്കാൻ നമുക്ക് പുരട്ടി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കുരുമുളകും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചെടുക്കാം. വറക്കാൻ നേരം ഇച്ചിരി കുരുമുളക് ഇടുമ്പോൾ ഒരു മണമൊക്കെ കിട്ടും. വറുത്ത് കഴിയുമ്പോൾ മുളകും മഞ്ഞളും മാത്രം ഇട്ട് കഴിയുമ്പോൾ ഒരു ടേസ്റ്റില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പുരട്ടി വെച്ച് കഴിയുമ്പോൾ ഒരു ടേസ്റ്റൊക്കെ വരും. അപ്പോൾ നമുക്കൊന്ന് ചതച്ചെടുക്കാം. കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞളും കാശ്മീരി ചില്ലിയും പിന്നെ ഇച്ചിരി എരിയുള്ള മുളകും പിന്നെ ഈ ചതച്ച എല്ലാം കൂടി ഇട്ട് പുരട്ടി ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് പിടിക്കുമ്പോഴത്തേന് നമുക്ക് കറി വെച്ച് വെക്കാം. അപ്പോൾ കറിക്ക് ഇവിടെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മീൻ. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ആദ്യം എല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഒന്ന് കഴുകണം. അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് ഈ വെളുത്തുള്ളി പൊളിക്കുന്നത്. ചെറുതാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അത് പൊളിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് താമസമാണ്. ഇഞ്ചി പിന്നെ വേഗം ചിരണ്ടിയാൽ മതിയല്ലോ. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് മടിയാണ്. അതുപോലെ സാമ്പാർ വെക്കുമ്പോൾ എനിക്ക് പുളി പിഴിയാൻ ഭയങ്കര മടിയാണ്, പക്ഷെ ചെയ്തല്ലേ പറ്റും. അങ്ങനത്തെ ഇഞ്ചിയൊക്കെ ചതച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാം. അപ്പോൾ അതേ ചീനിച്ചട്ടി ചൂടായി വന്നു. ചൂടായി വരുമ്പോഴത്തേന് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയല്ല കേട്ടോ, ഇത് പാം ഓയിലാണേ. വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല ചിലവായതുകൊണ്ട് അധികം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പാം ഓയിൽ തന്നെ യൂസ് ചെയ്തു. മീൻകറിക്ക് സത്യത്തിൽ നല്ലത് വെളിച്ചെണ്ണയാണ്, പക്ഷേ എണ്ണയുടെ വിലയൊക്കെ ഓർത്ത് നമ്മളത് ഉപയോഗിച്ചില്ല. അങ്ങനെ എണ്ണ ചൂടായി വന്നപ്പോഴത്തേനും കുറച്ച് കുരുമുളകല്ല ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനിയും കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പിന്നെ എരിയുള്ള മുളകും കൂടെ ഇട്ടൊന്നും കൂടെ ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വാട്ടിക്കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് മീൻ വറക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ പാൻ അടുപ്പിൽ വെച്ച് മീൻ വറക്കാനായിട്ട് ഞാൻ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു. ചൂടായി വന്നു. നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ്റെ ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് ഇട്ടാൽ മതി. ഞാൻ എല്ലാം കൂടി ഇട്ട് കൊടുത്തു. എനിക്ക് പാൻ എടുക്കുമ്പോൾ എനിക്ക് ആ പാൻ നിറഞ്ഞ് മീൻ കാണണം. എനിക്കങ്ങനെ വറക്കുന്ന കൂടുതലിഷ്ടം. നമ്മുടെ മീൻ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. കുടംപുളിയൊക്കെ ഇട്ട് നല്ല കാശ്മീരി ചില്ലിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ വരുന്നുണ്ട്. തിളച്ച് വരുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് കുറുക്കിയ ശേഷം നമുക്ക് വാങ്ങിയെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മീൻ വറുത്തതും റെഡിയായി. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ചോറുണ്ണാം. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ പോയി കഴിച്ചിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് മാത്രമല്ല കേട്ടോ, എനിക്ക് ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.